Good morning, all. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. News എടുത്ത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? ക്ലിയർ ആണോ? എല്ലാ ദിവസവും എടുക്കും, എല്ലാ ടീച്ചേഴ്സും എടുക്കുന്നത് അന്നാന്ന് തന്നെ നോക്കുക കേട്ടോ. പെൻഡിങ്ങിൽ വെക്കാതെ കിട്ടുന്ന സമയം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇത് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇത് കൂട്ടിയിടും, പെൻഡിങ് ആവും, നിങ്ങൾക്ക് തന്നെ ലോഡ് ആവും എക്സാമിന്റെ സമയത്ത് നോക്കാൻ വെച്ച് കഴിഞ്ഞാൽ. എന്ത് പറ്റിയ ആള് കുറവാണല്ലോ. തുടങ്ങാം അല്ലെ? നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലെ? ഇവിടെ മുതലല്ലേ എടുക്കാനുള്ളത്? ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഓർ അസിസ്റ്റന്റ് അല്ലെ? പർച്ചേസിംഗ് ക്ലർക്കിന്റെ അതല്ലെങ്കിൽ പർച്ചേസിംഗ് അസിസ്റ്റന്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെ? അവരുടെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ്? ഓക്കെ, ദ പർച്ചേസിംഗ് ക്ലർക്സ് അണ്ടർടേക്ക് ഡേ ടു ഡേ വർക്ക്. പർച്ചേസിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡേ ടു ഡേ വർക്കുകൾ എന്തൊക്കെയാണ്? കളക്ട് ആൻഡ് മെർജ് പർച്ചേസ് ഓർഡേഴ്സ് ആൻഡ് പർച്ചേസ് റിക്വസിഷൻ സോ ആസ് ടു ഓർഡർ മെറ്റീരിയൽസ് ഗുഡ്സ് ആൻഡ് സപ്ലൈസ്. എന്ത് ചെയ്യണം? പർച്ചേസിംഗ് ക്ലർക്ക് നമ്മുടെ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുക്കുന്ന പർച്ചേസിംഗ് റിക്വസിഷൻ അക്സെപ്റ്റ് ചെയ്യാം അല്ലെ? ഇപ്പൊ ഒരു ഡയറ്ററി സർവീസ് അല്ലെങ്കിൽ ഡയാലിസിസ് സർവീസിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർ എന്ത് ചെയ്യും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കും അല്ലെ? ആണോ? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് എന്താണ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്ന പർച്ചേസ് റിക്വസിഷൻ നോക്കിയിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യണം? അവര് ഏതൊക്കെ സാധനങ്ങൾ വാങ്ങണം അല്ലെ? ഏതൊക്കെ എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽസ് വാങ്ങാനുണ്ടെന്ന് അവരെന്ത് ചെയ്യണം? പ്ലാൻ ചെയ്തിട്ട് പർച്ചേസിംഗ് ഓർഡർ തയ്യാറാക്കും അല്ലെ? ഈ പർച്ചേസ് റിക്വസിഷനുമായി ലയിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? പർച്ചേസ് ഓർഡർ തയ്യാറാക്കും. എന്നിട്ട് എന്ത് ചെയ്യാം? പർച്ചേസ് റിക്വസിഷനും പർച്ചേസ് ഓർഡറും മെർജ് ചെയ്യുക. പർച്ചേസ് റിക്വസിഷൻ കളക്ട് ചെയ്ത് അതിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പർച്ചേസ് ഓർഡർ തയ്യാറാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അതല്ലെങ്കിൽ ഗുഡ്സുകൾ സപ്ലയേഴ്സിന്റെ അടുത്ത് ഓർഡർ കൊടുക്കുക അല്ലെ? പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഓർഡർ നൽകുക. ക്ലിയർ ആയോ? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസ് റിക്വസിഷൻ കളക്ട് ചെയ്തിട്ട് എന്താണ് അതുമായി ബന്ധപ്പെട്ട് അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ഓർഡർ തയ്യാറാക്കി സപ്ലയേഴ്സിന്റെ അടുത്ത് എന്താണ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകൾ മെഷീനറീസിനൊക്കെ എന്താണ് ഓർഡർ നൽകുക. ക്ലിയർ ആയോ? ഇത് ഒരൊറ്റ സെന്റൻസിലാണ് അത് പറഞ്ഞിരിക്കുന്നത് അല്ലെ? പർച്ചേസ് റിക്വസിഷൻ കളക്ട് ചെയ്യുക, എന്നിട്ട് അത് നോക്കിങ്ങാണ്ട് പർച്ചേസ് ഓർഡർ തയ്യാറാക്കി എന്താണ് സപ്ലയേഴ്സിന്റെ അടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യുക. രണ്ടാമത് പറയുന്നത് ഡെലിവർ ദം ടു ദി സപ്ലയേഴ്സ്. എന്ത് ചെയ്യണം? പർച്ചേസിംഗ് ഓർഡർ ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ സപ്ലയേഴ്സിന് കൊടുക്കണ്ടേ? ഡെലിവർ ചെയ്യണം അല്ലെ? കൈമാറണം അല്ലെ? ഡെലിവർ ടു ദി സപ്ലയേഴ്സ്. എന്താണ്? സപ്ലയേഴ്സിന് പർച്ചേസ് ഓർഡർ അല്ലെങ്കിൽ കോൺട്രാക്ട് ഒക്കെ കൈമാറുക. ക്ലിയർ ആയത്? നമുക്ക് പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും
സപ്ലയേഴ്സും തമ്മിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുമല്ലോ. അവർ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാവും അല്ലെ, ഇന്ന ലീഡ് ടൈമിന്റെ ഉള്ളിൽ അല്ലെ, ഇന്ന ക്വാണ്ടിറ്റിയിൽ അല്ലെ, ഇത്ര കോസ്റ്റിന് സാധനങ്ങൾ തരാന്നും പറഞ്ഞ് എഗ്രിമെന്റ് ഉണ്ടാക്കോ. അപ്പൊ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ സപ്ലയേഴ്സിന് കൊടുക്കണ്ടേ, നമ്മുടെ കയ്യിലും വേണം സപ്ലയേഴ്സിനും കൊടുക്കണം അല്ലെ ഒരു കോപ്പി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, സപ്ലയേഴ്സിന് കൈമാറുക. മൂന്നാമത് പറയുന്നത് എന്താണ്, റിഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡേഴ്സ് ആസ് റിക്വയർഡ്. എന്ത് ചെയ്യണം, സ്റ്റോക്ക് ഇവര് വെരിഫൈ ചെയ്യണം അല്ലെ, പർച്ചേസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ പർച്ചേസിംഗ് ക്ലർക്ക് സ്റ്റോക്ക് വെരിഫൈ ചെയ്യണ്ടേ, പരിശോധിക്കണ്ടേ. നമ്മുടെ സ്റ്റോറില് എന്ത് ചെയ്യണം, സ്റ്റോക്ക് പരിശോധിക്കണം അല്ലെ. എന്തിനു വേണ്ടിയാണ് പരിശോധിക്കുന്നത്, സ്റ്റോക്ക് ഔട്ട് ആവാറായിട്ടുണ്ടോ അല്ലെ, എന്തെങ്കിലും ഗുഡ്സുകള് അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ തീരാറായിട്ടുണ്ടോ അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, തീരാറായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓർഡർ കൊടുക്കേണ്ടി അവര് സപ്ലയേഴ്സിന് ഓർഡർ നൽകണം അല്ലെ. അപ്പൊ എന്താ, ആവശ്യാനുസരണം സ്റ്റോക്ക് പുതുക്കി ഓർഡർ നൽകുക. ക്ലിയർ ആയോ ഇത്? തൊടുവിലുള്ള മെറ്റീരിയൽസ് നോക്കിയിട്ട് അത് അവർ ഓർഡർ കൊടുക്കണം അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എന്ത് വേണം, മെറ്റീരിയൽസ് ആവശ്യമാണ് അല്ലെ. എന്തെങ്കിലും സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോകാൻ പാടുണ്ടോ, ഗ്യാസുകള് അല്ലെ, മെഡിക്കൽ ഗ്യാസ് അല്ലെ, പിന്നെന്താണ് ഫാർമസിയിലുള്ള മരുന്നുകള് അല്ലെ, മരുന്നുകള് അതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവാൻ പാടുണ്ടോ, ഫാർമസിയിലെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക, ആവശ്യാനുസരണം കോട്ടൻസ്. അപ്പൊ എന്താണ്, ആവശ്യാനുസരണം സ്റ്റോക്കുകൾ പുതുക്കി ഓർഡർ നൽകുക. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയേഴ്സ് ഓൺ എ ഡെയിലി ബേസിസ്. ഡെയിലി ബേസിസിൽ അല്ലെ, ദിവസേന എന്താണ് സപ്ലയേഴ്സുമായിട്ട് വിളിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തുക, ആശയവിനിമയം നടത്തുക. എന്തിനു വേണ്ടിയാണ് സപ്ലയേഴ്സിനെ വിളിച്ച് ആശയവിനിമയം നടത്തുന്നത്? ഇപ്പൊ നിങ്ങൾ ഒരു സാധനം ഓർഡർ ചെയ്തു, ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, 2-3 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, നോക്കാറുണ്ടോ, എവിടം വരെ എത്തിയില്ലേ, അതിന്റെ സ്റ്റാറ്റസ് എന്താണ് അല്ലെ, നമുക്ക് ഡെലിവറി ആവാറായിട്ടുണ്ടോ അല്ലെ, ഷിപ്പ്ഡ് ആയിട്ടുണ്ടോ അല്ലെ, കാര്യങ്ങൾ നോക്കാറുണ്ടോ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഡെയിലി ബേസിസിൽ സപ്ലയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, ഇവര് പർച്ചേസ് കൊടുത്താൽ പർച്ചേസിങ് ഓർഡർ കൊടുത്ത സാധനങ്ങൾ ഇവർക്ക് ഡെലിവറി ആവാറായിട്ടുണ്ടോ അല്ലെ, ആണോ, എത്ര ദിവസത്തിനുള്ളിൽ ഇവർക്ക് ലഭ്യമാകാം, ഡിസ്പാച്ച് എന്നാണ്, എത്ര ദിവസത്തിനുള്ളിൽ ഇവർക്ക് കിട്ടും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സപ്ലയേഴ്സുമായിട്ട് ദിവസേന എന്താണ് ഡെയിലി ബേസിസിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക. നെക്സ്റ്റ്, സ്ക്രൂട്ടിനൈസ് ഡെലിവേഴ്സ് അഗെയിൻസ്റ്റ് ദ ഓർഡർ. എന്താണ് സ്ക്രൂട്ടിനൈസ് ഡെലിവേഴ്സ് അഗെയിൻസ്റ്റ് ദ ഓർഡർ എന്ന് പറഞ്ഞാല്, ഡെലിവറിക്ക് ഓർഡറുകൾക്കെതിരായ ഡെലിവറികൾ സൂക്ഷ്മ പരിശോധന നടത്തുക. എന്തുകൊണ്ടായിരിക്കും, ഇപ്പൊ നമ്മൾ ചിലപ്പോ പറഞ്ഞ സാധനങ്ങൾ നമുക്ക് ഐറ്റം മാറി വരാലോ. ഇപ്പൊ പാരസെറ്റാമോള് ആണ് പറഞ്ഞത്, ചിലപ്പോ എന്താണ് വേറെ ഏതെങ്കിലും മെഡിസിൻ വരാം അല്ലെ, വരാലോ. അതല്ലെങ്കിൽ എന്താണ് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരാം അല്ലെ, ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരാലോ, അളവില്. ചിലപ്പോ എന്താണ് ലീഡ് ടൈമിൽ വ്യത്യാസം വരാം അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസിങ് ഓർഡർ കൊടുക്കുമ്പോ നമുക്ക് പറയല്ലേ ഇത്ര ലീഡ് ടൈമിനുള്ളിൽ ലഭ്യമാക്കാം അല്ലെ. അപ്പൊ ആ ലീഡ് ടൈം കഴിഞ്ഞിട്ട് വരാം. അപ്പൊ എന്താണ് ഓർഡറുകൾക്കെതിരെയുള്ള ഡെലിവറികൾ. ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, കോസ്റ്റില് അല്ലെ, കോസ്റ്റില് പറഞ്ഞിട്ടുണ്ടാവും, ഐറ്റത്തില് പറഞ്ഞിട്ടുണ്ടാവും, ക്വാണ്ടിറ്റിയില് പറഞ്ഞിട്ടുണ്ടാവും, ലീഡ് ടൈമിലൊക്കെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ആ കണ്ടീഷൻസിനെതിരായി നമുക്ക് തരുന്ന ഹോസ്പിറ്റലില് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടുന്ന ഡെലിവറീസുകള് എന്താണ് സൂക്ഷ്മ പരിശോധന നടത്തുക. ക്ലിയർ ആയത്?
Next, trace the status of an order. In the order അല്ലാട്ട order ആണ് ട്ടാ. Correct ചെയ്യാ. Trace the status of any order. ഓരോ ഓർഡറിന്റെയും സ്റ്റാറ്റസ് പരിശോധിക്കുക അല്ലെ, ട്രേസ് ചെയ്യുക. അവർക്ക് ലഭ്യമാവാറായിട്ടുണ്ടോ, സ്റ്റാറ്റസ് അവരെന്താണ് സപ്ലയേഴ്സ് അവിടെ നിന്ന് കയറ്റി അയച്ചോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാറ്റസ് ട്രേസ് ചെയ്യുക, കണ്ടെത്തുക. നെക്സ്റ്റ്, ഹാൻഡിൽ വിത്ത് നോൺ സപ്ലൈഡ് ഓർഡർ, അണ്ടർ ഓർഡർ, ഓവർ ഓർഡേഴ്സ് ആൻഡ് ഡാമേജ്ഡ് ഗുഡ്സ്. എന്ത് ചെയ്യണം, അവർ കൈകാര്യം ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോൺ സപ്ലൈഡ് ഓർഡർ അല്ലെ. ഇവര് ചിലപ്പോ എന്താണ് ഓർഡർ കൊടുത്തിട്ട് ആ ലീഡ് ടൈമും കഴിഞ്ഞിട്ട് ഇവർക്ക് കിട്ടാത്ത സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, നോൺ സപ്ലൈ ചെയ്യാത്ത സാധനങ്ങള്, നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്. ഇപ്പൊ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഒരു 30-ാം തീയതിക്കുള്ളിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ട് ഒരു 5-ാം തീയതി 6-ാം തീയതി കഴിഞ്ഞിട്ട് അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്യണം, അവരെ വിളിച്ച് അവര് വിവരങ്ങൾ അറിയണോ, സപ്ലയേഴ്സിനെ വിളിച്ച് അല്ലേ, വേണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ഓർഡേഴ്സ് എന്താണ്, നോൺ സപ്ലൈഡ് ഓർഡേഴ്സ്. ഇവർക്ക് സപ്ലൈ ചെയ്യാത്ത ഓർഡറുകൾ കൈകാര്യം ചെയ്യാതെ എന്താ ചെയ്യേണ്ടതെന്ന്. കൂടാതെ എന്താണ്, ചിലപ്പോ ഇപ്പൊ നമുക്ക് കൊടുത്ത ക്വാണ്ടിറ്റിയിലും കുറവ് വരാലോ, ഓർഡർ വരുന്ന നമുക്ക് ഡെലിവറി ചെയ്യുന്നത്. ഇപ്പൊ നമ്മ 100 ഓക്കെ, നമ്മിപ്പോ 100 എന്തെങ്കിലും 100 മെഡിസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ്, ആ ക്വാണ്ടിറ്റിയിലും കുറവ് വരുന്നത്, അണ്ടർ ഓർഡേഴ്സ്. പിന്നെ എന്താണ് ഓവർ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും, അണ്ടർ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുത്തതിലും കുറവ് ക്വാണ്ടിറ്റി വരിക. അപ്പൊ ഓവർ ഓർഡേഴ്സ് എന്തായിരിക്കും, കൂടുതൽ വരുന്നത് അല്ലെ, അങ്ങനെ കൂടുതൽ വരുന്നത്. കൂടാതെ എന്താണ് ഡാമേജ്ഡ് ഗുഡ്സ് അല്ലെ. ഇപ്പൊ നമുക്ക് ചെയ്യുന്ന സാധനങ്ങളില് ചിലത് ഡാമേജ് വരാനോ കൂടുന്നുണ്ട്. ചില സാധനങ്ങള് എന്താണ് ഡാമേജ് വരുന്നത് ഉണ്ടായല്ലോ, ചിലപ്പോ അവര് കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടേഷൻ സമയത്താവാം അല്ലെ, ട്രാൻസ്പോർട്ടേഷന്റെ സമയത്താവാം, അല്ലെങ്കിൽ അവർ എടുത്തു വെക്കുന്ന സമയത്താവാം അല്ലെ. പല രീതിയിൽ എന്താണ് ഡാമേജ് വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള ഗുഡ്സുകളൊക്കെ അവരൊക്കെ കൈകാര്യം ചെയ്യുക. കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സപ്ലയേഴ്സിനെ വിളിച്ച് വിവരം അറിയിക്കേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെ. നമുക്ക് പറഞ്ഞ സമയത്ത് ആയിട്ട് എന്താണ് ഡെലിവറി നടന്നിട്ടില്ല അല്ലെ, എന്താണ്, അല്ലെങ്കിൽ പറഞ്ഞ ക്വാണ്ടിറ്റിയിലും കുറവാണ് സാധനം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞതിലും കൂടുതൽ വന്നിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ എന്താണ് വന്ന സാധനങ്ങളിൽ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്ലയേഴ്സിനെ വിവരം അറിയിച്ച് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ക്ലിയർ ആയോ? Make sure that any invoices are sent to accounts for payment. എന്താണ്, പേയ്മെന്റിനായി എന്തെങ്കിലും ഇൻവോയ്സ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പൊ ഒരു പല സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്നായിരിക്കും അല്ലെ സാധനങ്ങൾ വാങ്ങുന്നത്. ഒരു സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് തന്നെ ആയിരിക്കോ ഹോസ്പിറ്റലിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ചിലപ്പോ മെഡിസിൻ ഒരു സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്നായിരിക്കാം, എക്യുപ്മെന്റ് വേറെ ആളുടെ അടുത്ത് നിന്നായിരിക്കാം അല്ലെ. അപ്പൊ പല സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്നായിരിക്കും വാങ്ങുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ സപ്ലയേഴ്സ് അല്ലെ. എന്ത് ചെയ്യുക, ഏതെങ്കിലും സപ്ലയേഴ്സിന്റെ പേയ്മെന്റിനായി ഇൻവോയ്സ് വന്നിട്ട് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ എന്ന്, അയച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? Generate and maintain all reports. എന്താണ്, പർച്ചേസുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ട്സുകളും തയ്യാറാക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക, പരിപാലിക്കുകയും ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം പർച്ചേസുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഉണ്ട്. പർച്ചേസ് റിക്വസിഷൻ ഉണ്ട് അല്ലെ, നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. പർച്ചേസ് റിക്വസിഷൻ ഉണ്ട് അല്ലെ, പർച്ചേസ് പ്ലാൻ ഉണ്ട് അല്ലെ. പർച്ചേസ് പ്ലാൻ ഇല്ലേ, റിക്വസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും അല്ലെ. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം, എത്ര കോസ്റ്റിന് വാങ്ങണം അല്ലെ, എത്ര ലീഡ് ടൈമിന്റെ ഉള്ളിൽ അവർക്ക് ആ പർച്ചേസിങ് നടത്തണം അല്ലെ. അപ്പൊ പ്ലാനിങ്ങിനുള്ള റിപ്പോർട്ടുകൾ. പിന്നെ എന്താണ്, പർച്ചേസ് ഓർഡർ കൊടുക്കുക അല്ലെ, ആണോ? അപ്പൊ അങ്ങനെയുള്ള പല റിപ്പോർട്ട്സുകൾ ഉണ്ടാവും അല്ലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റില്. അതൊക്കെ തയ്യാറാക്കുകയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡ്യൂട്ടീസ് ക്ലിയർ ആയോ?
ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ മിസ് തന്നെ? 3 പറയണം. റീഫ്രഷ്, സ്റ്റോക്ക് ആൻഡ് ഓർഡേഴ്സ്. പറയാം. ആദ്യം മുതൽ മിസ് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വരുന്നത് എന്താണ്? നമുക്ക് യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസ് റിക്വസിഷൻ ലഭിക്കുമല്ലോ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്. എന്നിട്ട് അവരെന്ത് ചെയ്യണം? അത് പരിശോധിക്കണം അല്ലെ, വെരിഫൈ ചെയ്യണം അല്ലെ, എന്തൊക്കെ സാധനങ്ങള് യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായി വരുന്നുണ്ട് അല്ലെ. അതൊക്കെ പരിശോധിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യും? പർച്ചേസ് ഓർഡർ തയ്യാറാക്കുമല്ലോ. സപ്ലയേഴ്സിൽ നിന്ന് എന്താണ് ഗുഡ്സുകള് അല്ലെങ്കിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി പർച്ചേസ് ഓർഡർ തയ്യാറാക്കുകയും സപ്ലയേഴ്സിന്റെ അടുത്ത് പർച്ചേസ് നടത്തുകയും ചെയ്യുക. രണ്ടാമത് വരുന്നത് എന്താണ്? സപ്ലയേഴ്സിന് ഡെലിവറി ചെയ്യുക അല്ലെ. എന്താണ് ഈ പർച്ചേസിങ് ഓർഡർ അല്ലെങ്കിൽ എഗ്രിമെന്റ് പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? പർച്ചേസിന് സപ്ലയേഴ്സിന് കൊടുക്കുക, നൽകുക. മൂന്നാമത് വരുന്നത് റീഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡേഴ്സ് ആസ് റിക്വയർഡ്. എന്താണ്? ആവശ്യാനുസരണം സ്റ്റോക്ക് പുതുക്കി ഓർഡർ നൽകുക എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ ചിലപ്പോ എന്താണ്, ചില ഗുഡ്സുകൾ അല്ലെങ്കിൽ ചില മെറ്റീരിയൽസ് തീരാറായിട്ടുണ്ടാവുമല്ലോ, സ്റ്റോക്ക് ഔട്ട് ആയി പോവാറായിട്ടുണ്ടാവുമല്ലോ, യൂസ് ചെയ്തിട്ട് യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തിട്ട്. ഉണ്ടോ? ഇപ്പൊ മെഡിസിൻ അല്ലെ, മെഡിസിന്, കോട്ടൺസ്, ബാൻഡേജ്, അതൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ ഹോസ്പിറ്റലില്. അപ്പൊ ചിലപ്പോ അതിന്റെയൊക്കെ എന്താണ്, ചില സമയത്തൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും അല്ലെ. അപ്പൊ അതിന്റെ എന്താണ് ഇത് സ്റ്റോക്ക് ഔട്ട് ആവാറായിട്ടുണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യണം? രണ്ടാമത് പുതുക്കി ഓർഡർ കൊടുക്കണ്ടേ, റീഫ്രഷ് ചെയ്യണ്ടേ എന്നാണ് പറഞ്ഞത്. എന്താണ്? ആവശ്യാനുസരണം സ്റ്റോക്ക് പുതുക്കി ഓർഡർ നൽകുക. ക്ലിയർ ആയോ? തേർഡ് വൺ. നെക്സ്റ്റ് എന്താണ്? സപ്ലയേഴ്സുമായിട്ട് ഡെയിലി ബേസിസിൽ അല്ലെ ദിവസേന ആശയവിനിമയം നടത്തുക. എന്തിനെ കുറിച്ചായിരിക്കും ആശയവിനിമയം നടത്തുന്നത്? ഈ പർച്ചേസിങ് ഓർഡർ കൊടുത്തിട്ടുള്ള ആ ഗുഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ കുറിച്ചായിരിക്കും അല്ലെ. അതിന്റെ സ്റ്റാറ്റസ് എവിടം വരെ ആയില്ലേ, അവർക്ക് ഡെലിവറി എവിടം വരെ ആയില്ലേ, ഇന്ന് അവർക്ക് എന്താണ് ഡെലിവറി ചെയ്യാൻ സാധിക്കും അല്ലെ, അവർ പറഞ്ഞ അത്രയും ക്വാണ്ടിറ്റി ഇവർക്ക് കൊടുക്കാൻ സാധിക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യണ്ടേ? ചിലപ്പോ എന്താണ്, ചിലപ്പോ അവർക്ക് അർജന്റ് ആയിട്ട് അതിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി ആവശ്യമായിട്ട് വരാലോ ഹോസ്പിറ്റലില് ചില സിറ്റുവേഷൻസില്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളില് ഡെയിലി ഹോസ്പിറ്റലില് ഡെയിലി ബേസിസിൽ അല്ലെ ദിവസേനയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് എന്താണ് ഈ സപ്ലയേഴ്സുമായിട്ട് ആശയവിനിമയം നടത്തുക. നെക്സ്റ്റ് പറയുന്നത് സ്ക്രൂട്ടിനൈസ് ഡെലിവേഴ്സ് അഗൈൻസ്റ്റ് ദ ഓർഡേഴ്സ്. എന്താണ്? ഡെലിവറി ഓർഡറുകൾക്കെതിരായ ഡെലിവറികൾ സൂക്ഷ്മ പരിശോധന നടത്തുക. ഇപ്പൊ നമ്മൾ ഒരു സാധനം പർച്ചേസ് ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല? ലീഡ് ടൈം പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ, ലീഡ് ടൈം പറഞ്ഞിട്ടുണ്ടായിരിക്കും, കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇത്ര പൈസക്ക് അല്ലെ, ഇത്ര രൂപക്ക് ഇത്ര വിലക്ക് നമുക്ക് തരണം അല്ലെ, കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താണ്? ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ക്വാണ്ടിറ്റി ഇത്ര ക്വാണ്ടിറ്റി, ഇത്ര ക്വാളിറ്റി അല്ലെ, ഇത്ര ഗുണനിലവാരമുള്ള സാധനങ്ങൾ വേണം അല്ലെ. അപ്പൊ അതിലെന്തെങ്കിലും ചേഞ്ചസ് വരാനോ ചില സമയത്ത് ചേഞ്ചസ് വരാനോ, ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരാം അല്ലെ, അല്ലെങ്കിൽ അവർക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവരെന്താണ് കൂടുതൽ പൈസ ചോദിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള എന്താണ് നമ്മുടെ ഓർഡറുകൾക്കെതിരായിട്ടുള്ള ഡെലിവറികൾ സൂക്ഷ്മ പരിശോധന നടത്തുക. ക്ലിയർ ആയോ? നമ്മ എഗ്രിമെന്റ് ചെയ്യുമ്പോ സമയത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ഇന്ന കോസ്റ്റിനോ ഇന്ന ലീഡ് ടൈമില് ഇന്ന ക്വാണ്ടിറ്റിയില് ഇന്ന ക്വാളിറ്റിയിലെ സാധനങ്ങൾ നിനക്ക് തരാം അല്ലെ. അപ്പൊ അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡെലിവറികൾ സൂക്ഷ്മ പരിശോധന നടത്തുക. ക്ലിയർ ആയോ? അത് ആരാ ചോദിച്ചേ? ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ. ഓർഡർ ആണ് കേട്ടോ, ഓർഡർ അല്ല, ഓർഡർ. എന്താണ്? ഓർഡറുകളുടെ സ്റ്റാറ്റസ് കണ്ടെത്തുക. അത് എവിടം വരെ ആയിട്ടുണ്ട് അല്ലെ, അവിടെ നിന്ന് ഡെലിവറി ചെയ്തിട്ടുണ്ടോ അല്ലെ, നമുക്ക് ലഭ്യമാക്കാറായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
കണ്ടെത്തുക. നെക്സ്റ്റ് എന്താണ്? അവർക്ക് സപ്ലൈ ചെയ്യാത്ത ഓർഡറുകൾ അല്ലെ, പീരീഡ് ടൈം ആയിട്ടും അവർക്ക് ലഭിക്കാത്ത സാധനങ്ങൾ, അതല്ലെങ്കിൽ എന്താണ് അവർ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കുറവ് സാധനം ഓർഡർ ലഭിക്കുക, അല്ലെങ്കിൽ അവർ പറഞ്ഞതിലും കൂടുതൽ ലഭിക്കുക, അല്ലെങ്കിൽ എന്താണ് വന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ, സപ്ലയേഴ്സുമായിട്ട് വിളിച്ച് സംസാരിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പേയ്മെന്റിനായിട്ട് ഏതെങ്കിലും സപ്ലയേഴ്സിന്റെ ഇൻവോയ്സ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ച് പേയ്മെന്റ് നടത്തണം അല്ലെ, വേണോ? അതൊക്കെ ആരാ ചെയ്യുന്നത്? പർച്ചേസിംഗ് ക്ലർക്കാണ് കേട്ടോ. എന്താണ് ഇങ്ങനെ എന്തെങ്കിലും ഇൻവോയ്സ് വന്നിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? അവര് ഫിനാൻസ് മാനേജറുമായി സംസാരിച്ച് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ച് അതിനുവേണ്ട ബില്ലുകൾ സെറ്റിൽ ചെയ്യുക, ഇൻവോയ്സ്. നെക്സ്റ്റ് എന്താണ്? പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട പർച്ചേസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ട്സുകളും തയ്യാറാക്കുകയും എന്താണ് അത് സൂക്ഷിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? പർച്ചേസിംഗ് ക്ലർക്കിന്റെ ഡ്യൂട്ടി ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് സ്റ്റോക്ക് കൺട്രോൾ ഓർ ഇൻവെന്ററി കൺട്രോൾ. എന്താണ് സ്റ്റോക്ക് കൺട്രോൾ? ഇൻവെന്ററി കൺട്രോൾ ഓർ സ്റ്റോക്ക് കൺട്രോൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നമ്മൾ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക അല്ലെ, ആ പേരിൽ തന്നെയുണ്ട് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക. എന്തിനു വേണ്ടിയാണ് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നത്? ഓവർ ആകാതിരിക്കുക അല്ലെ, നമുക്ക് ആവശ്യാനുസരണം ഓവർ സ്റ്റോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. പിന്നെ എന്താണ്? നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സപ്ലൈ വേണോ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ? അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസിന്റെ മാനുഫാക്ചറിങ് ഒക്കെ ആണെങ്കിൽ എന്താണ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യണം അല്ലെ, നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോക്ക് കൺട്രോൾ ചെയ്യും അല്ലെ, സ്റ്റോക്ക് നിയന്ത്രിച്ച് ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുമല്ലോ, സ്റ്റോക്ക് ഔട്ട് ആവാതെ. പിന്നെ എന്തുണ്ട്? നമുക്ക് പരമാവധി സാമ്പത്തിക ലാഭം ലഭിക്കണം അല്ലെ, നമ്മൾ ഈ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ലഭിക്കണം? പരമാവധി സാമ്പത്തിക ലാഭം ലഭിക്കണോ? അങ്ങനെയല്ലേ? ഒരു ബിസിനസ് ആയാലും ഹോസ്പിറ്റൽ ആയാലും അല്ലെ, അല്ലെങ്കിൽ ചില സമയത്ത് എന്ത് ചെയ്യും? മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗുഡ്സുകൾ സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാല് നമുക്ക് അർജന്റ് ആയിട്ട് ആവശ്യമായി വിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോ കൂടുതൽ റേറ്റിന് അല്ലെ, ഡബിൾ ചാർജിന് നമ്മൾ മേടിക്കേണ്ടി വരും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോ വരും അല്ലെ. പിന്നെ എന്താണ്? ചിലപ്പോ നമുക്ക് കൊണ്ടുവരാനുള്ള എക്സ്പെൻസ് കൂടും അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് അല്ലെ, സ്റ്റോറേജ് കോസ്റ്റ് കൂടും അല്ലെ. ആണോ? ബികോമാരില്ലേ? നിങ്ങൾ ഇൻവെന്ററി കൺട്രോൾ ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ എന്താണ്? ചില സമയത്ത് നമുക്ക് എന്താണ് കൂടുതൽ അത് ആവശ്യമായിട്ട് വന്നാല് ചിലക്ക് നമ്മൾ എന്താണ് ഡബിൾ ചാർജ് കൊടുത്ത് വാങ്ങേണ്ടി വരും അല്ലെ. അപ്പൊ അതൊക്കെ എന്താ? നഷ്ടല്ലേ, ലോസ് അല്ലേ ഇതൊക്കെ? നോക്കാന്നത് what stock control or inventory control. What, when, how much to order, how much to store to make the purchasing and the storage expense at minimum is called inventory control. നമ്മൾ എന്താണ്? പർച്ചേസിംഗ് എക്സ്പെൻസ് അല്ലെ, വാങ്ങാനുള്ള ചിലവ്, അതല്ലെങ്കിൽ നമ്മൾ അത് സ്റ്റോറേജ് ചെയ്യാനുള്ള സംഭരിക്കാനുള്ള ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത്, എപ്പോൾ, എത്രമാത്രം ഓർഡർ ചെയ്യണം, ഹൗ മച്ച് ഓർഡർ, എത്രമാത്രം ഓർഡർ ചെയ്യണം, ഹൗ മച്ച് ടു സ്റ്റോർ, എത്രമാത്രം നമ്മൾ സ്റ്റോർ ചെയ്യണം എന്നതിനെ കുറിച്ച് കൺട്രോൾ ചെയ്യുന്നത്, തീരുമാനിക്കുന്നതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മളോട് പറയാറില്ലേ, ചിലരോട് പറയാറില്ലേ, ബൾക്ക് എമൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ റേറ്റ് കുറവിന് തരാം എന്നൊക്കെ പറയാറില്ലേ, കേട്ടിട്ടുണ്ട്? അത് നമ്മൾ ഹോൾസെയിൽ വാങ്ങാം അല്ലെ, ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പൊ അവിടെ എന്ത് ചെയ്യും?
ഒരു ഡസൻ അല്ലെ മേടിച്ചിട്ടുണ്ടോ അങ്ങനെ? ബൾക്കായി വാങ്ങാം. അല്ലെങ്കിൽ ഒരു ഡസൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ വാങ്ങിക്കുന്നതിലും കുറച്ച് കുറവിന് തരാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ ലാഭമാണോ? ബിസിനസ് ആണ്. അതല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ്? അവർക്കൊരു പ്രോഫിറ്റ് ആണ് അല്ലെ. ഒരു സാധനത്തിന് ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 5 രൂപ അവർക്ക് കുറവ് ലഭിച്ചാൽ അവർക്ക് അതൊരു പ്രോഫിറ്റ് അല്ലേ, ബൾക്ക് എമൗണ്ട് മേടിക്കുമ്പോ. അപ്പൊ എന്താ? പർച്ചേസിങ് എക്സ്പെൻസ് അല്ലെ, പർച്ചേസ് വാങ്ങുന്നതിനുള്ള എക്സ്പെൻസും അവർക്ക് അത് സ്റ്റോർ ചെയ്യുന്നതിനുള്ള എക്സ്പെൻസ്. ഇപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിലും കൂടുതൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്താലും നമുക്ക് വരുന്ന എക്സ്പെൻസ് ഒരേപോലെയല്ലേ വരുന്നത്. നമ്മ ഒരു ഗോഡൌൺ ഒരു വലിയ ഗോഡൌൺ നമ്മ റെന്റിന് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ സൂക്ഷിച്ചാലും ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ചാലും നമുക്ക് എങ്ങനെയാ എക്സ്പെൻസ് ഒരേപോലെയല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് അത്രയും പ്രോഫിറ്റ് ലഭിക്കുമല്ലോ. കൂടുതൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്താല് നമുക്ക് അത്രയും പ്രോഫിറ്റ് അല്ലേ ലഭിക്കുന്നത്. അത്രയും ബൾക്ക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റിയില്ലേ. അപ്പൊ എന്താണ്? പർച്ചേസിങ് എക്സ്പെൻസ്, സ്റ്റോറേജ് കോസ്റ്റ് അല്ലെ, സ്റ്റോറേജ് ചെയ്യാനുള്ള ചിലവും കുറയ്ക്കുന്നതിന് വേണ്ടി എപ്പോൾ എത്രമാത്രം ഓർഡർ ചെയ്യണം അല്ലെ, എത്രമാത്രം സ്റ്റോർ ചെയ്യണം എന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്നത്, നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Next, it is a device of management which is used to sustain an economic investment in material and product for the objectives of obtaining a maximum financial return. എന്താണ്? പരമാവധി സാമ്പത്തിക ലാഭം നേടുക അല്ലെ. അങ്ങനെയല്ലേ? സ്റ്റോക്ക് കൺട്രോൾ ചെയ്താൽ എന്താണ്? നമുക്ക് അത്രയും സാമ്പത്തിക ലാഭം ലഭിക്കുകയാണ് അല്ലെ. ആണോ? നമ്മ ബൾക്കായിട്ട് സ്ഥാനത്ത് അത്രയും പ്രോഫിറ്റ് ലഭിക്കുകയാണ് അല്ലെ. പിന്നെന്താണ്? സാധനങ്ങൾ സ്റ്റോക്ക് ഔട്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ടോ? സാധനങ്ങള് സ്റ്റോക്ക് ഔട്ട് ആയി പോകാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടോ? തീർന്നു പോവാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചാല് ഇല്ല അല്ലെ. വീണ്ടും വാങ്ങേണ്ടി വരുന്ന ചെലവ് കുറയ്ക്കാം അല്ലെ. പിന്നെ എന്താണ്? ഹോസ്പിറ്റലില് ചില സാധനങ്ങള് നമുക്ക് ഒരുപാട് ആവശ്യമായിട്ട് വരാലോ. ഈ കോട്ടൻസ്, സിറിഞ്ചുകൾ അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ സൂക്ഷിച്ചു വെക്കണം അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് കൂടുതൽ ആവശ്യമായി വരുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാം? കൂടുതൽ സൂക്ഷിച്ചു വെക്കാം അല്ലെ. അതൊക്കെ ഈ സ്റ്റോക്ക് കൺട്രോളിൽ പെടുന്നതുണ്ട് കേട്ടോ. നമുക്ക് കൂടുതൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആവശ്യമായി എന്താണ്? പിന്നെ കേടുവരാത്ത സാധനങ്ങൾ കൂടുതൽ സൂക്ഷിക്കുക അല്ലെ. അതെന്താണ്? പരമാവധി സാമ്പത്തിക വരുമാനം നേടുക എന്ന ലക്ഷ്യത്തിനായി മെറ്റീരിയലുകളിലും പിന്നെന്താണ്? പ്രോഡക്ട്സ് അല്ലെ, ഉൽപ്പന്നങ്ങളിലും എന്താണ്? സാമ്പത്തിക നിക്ഷേപം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയ അല്ലെ, ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോളിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് എന്താണ്? പരമാവധി സാമ്പത്തിക ലാഭം നേടുക അല്ലെ. പരമാവധി സാമ്പത്തിക ലാഭം നേടുക എന്ന ലക്ഷ്യത്തിനായി എന്താണ്? നമ്മ മെറ്റീരിയലും പ്രോഡക്റ്റുകളും എങ്ങനെ നോക്കണം? സാമ്പത്തിക നിക്ഷേപം നിലനിർത്തിക്കൊണ്ട് അല്ലെ. പക്ഷെ നമ്മൾ എന്താണ്? സാമ്പത്തിക വരുമാനം നേടണം എന്നതുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസില് അതല്ലെങ്കിൽ പ്രോഡക്ട്സില് നമുക്ക് എന്തെങ്കിലും കൂടുതൽ ചെലവാക്കാൻ പറ്റുമോ? എക്സ്പെൻസ് ചെയ്യാൻ പറ്റുമോ? ഒരുപാട് കൂടുതലാ വില കൊടുത്ത് വാങ്ങുമോ നമ്മ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മ പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസിലും പ്രോഡക്ട്സിലും എന്ത് നടത്തണം? സാമ്പത്തിക നിക്ഷേപം നിലനിർത്തണം അല്ലെ. വേണ്ടേ? അപ്പൊ എന്താ? പരമാവധി സാമ്പത്തിക ലാഭം നേടുക എന്ന ലക്ഷ്യത്തിനായി മെറ്റീരിയൽസിലും
പ്രോഡക്ട്സിലും ഉൽപ്പന്നങ്ങളിലും സാമ്പത്തിക നിക്ഷേപം നിലനിർത്തുന്നതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്ന ഒരു ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനുഫാക്ചറിങ് കമ്പനിയില് പരമാവധി അവരെന്താണ് സ്റ്റോക്ക് കൺട്രോൾ ചെയ്തിട്ടാണ് അവർ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവരെന്താണ് സ്റ്റോക്കിന്റെ എന്തെങ്കിലും അഭാവം ഉണ്ടാവോ? അവരുടെ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോക്ക് ലഭിക്കാതെ വരുമോ? ഇല്ല അല്ലെ, അവർക്ക് എന്താണ് സ്റ്റോക്ക് ഉണ്ട് അല്ലെ. പിന്നെന്താ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതായിട്ട് വരുമോ? എന്തെങ്കിലും സ്റ്റോക്കിന്റെ കുറവ് കൊണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടോ? സ്റ്റോക്ക് ഇല്ല അല്ലെ. അപ്പൊ എന്താണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമല്ലോ. കണ്ടിന്യൂസ് ആയിട്ട്. ക്ലിയർ ആയോ? അപ്പൊ അതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്താണ്? സ്റ്റോക്ക് ഔട്ട് ആയി പോകാതെ കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെ അവർക്ക് പരമാവധി നിലനിർത്താൻ സാധിക്കുന്നതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിലെ ഒരു സെക്ഷനിലെ അതല്ലെങ്കിൽ ഇപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനം നിർത്തിവെക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അവിടുത്തെ മെറ്റീരിയൽസ് ഇല്ല, അവിടെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സ്റ്റോക്ക് ഇല്ലാണ്ട് അവിടുത്തെ പ്രവർത്തനം നിർത്തിവെക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പൊ എന്താണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ? എന്താ? പരമാവധി സാമ്പത്തിക ലാഭം അവർക്ക് പല രീതിയിലെ നഷ്ടങ്ങൾ വരാലോ. ഡയാലിസിസ് സെക്ഷനിലെ പ്രവർത്തനം നിർത്തിവെച്ച് കഴിഞ്ഞാല്, സ്റ്റോക്ക് ഇല്ലാതെ നിർത്തിവെച്ച് കഴിഞ്ഞാല് അവർക്ക് സാമ്പത്തിക നഷ്ടം ലഭിക്കും അല്ലെ. സാമ്പത്തിക നഷ്ടം ഉണ്ടാവില്ലേ? പിന്നെ എന്താണ്? ഹോസ്പിറ്റലിന്റെ പ്രശസ്തിയെ ബാധിക്കോ? ഗുഡ്വില്ലിനെ ബാധിക്കോ? ഗുഡ്വില്ലിനെ ബാധിക്കില്ലേ. അപ്പൊ എന്ത് വേണം? എല്ലാ ഹോസ്പിറ്റലിലും ഇൻവെന്ററി കൺട്രോൾ വേണം അല്ലെ. ശരിയായ രീതിയിൽ അല്ലെ ഓരോ സെക്ഷനിലെയും പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ പ്രോഡക്ട്സിന്റെ കോൺസ്റ്റന്റ് സപ്ലൈ ഉണ്ടായിരിക്കണം. ഇതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇപ്പൊ നമ്മ വീടുകളില് ഒരു എക്സാമ്പിൾ പോലെ മിക്ക വീടുകളിൽ എന്ത് ചെയ്യും? നമ്മ മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും ഇല്ലേ. അതൊരു സ്റ്റോക്ക് കൺട്രോൾ അല്ലേ, ഇൻവെന്ററി കൺട്രോൾ അല്ലേ. എന്തിനു വേണ്ടിയാ നമ്മ അങ്ങനെ ചെയ്യുന്നത്? നമ്മ ഒന്നിച്ചു പോയി കുറെ നമുക്ക് ആ ഒരു മാസത്തേക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാല് നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റില്ലേ? കുറച്ച് പൈസ അഡീഷണൽ നമ്മ ഒന്നിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ലാഭം ലഭിക്കില്ലേ. പിന്നെ എന്ത് ചെയ്യും? നമ്മ സൂക്ഷിച്ച് ചെലവാക്കോ? ആ ഒരു മാസം വരെ എത്തിക്കണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? സൂക്ഷിച്ച് ചെലവാക്കും അല്ലെ. ഒരുപാട് നശിപ്പിച്ച് കളയാതെ നമ്മ ഉപയോഗിക്കോ? സേവ് ചെയ്ത് ഉപയോഗിക്കും അല്ലെ. അതൊരു ഇൻവെന്ററി കൺട്രോൾ ആണോ? നമ്മ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻവെന്ററി കൺട്രോൾ ആണോ? ക്ലിയർ ആയത്? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ്, ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ കൊണ്ടുള്ള ഗോൾസ് എന്തെല്ലാമാണ്? എന്തൊക്കെയായിരിക്കും ഗോൾസ്? എന്തൊക്കെയായിരിക്കും? എക്സ്പെൻസ് കുറയും. പിന്നെ എല്ലാ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലഭ്യമാകോ? കോൺസ്റ്റന്റ് പ്ലസ് കോസ്റ്റ് വരുള്ളൂ. ആവശ്യത്തിന് മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലെ. ഓരോ പ്രവർത്തനങ്ങൾക്ക് നടത്താൻ ആവശ്യമായ മെറ്റീരിയൽസ് ഉണ്ടാവും. നോക്കാം നമുക്ക് കേട്ടാ. provide supplies available when needed to maintain constant operation. നിങ്ങൾ പറഞ്ഞത് തന്നെ അല്ലെ.
നിരന്തരമായ അല്ലെ അവരുടെ കോൺസ്റ്റന്റ് ഓപ്പറേഷൻ നിരന്തരമായി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കുറയ്ക്കും. അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താണ് നിരന്തരമായ പ്രവർത്തനം നിലനിർത്താൻ ആവശ്യമായ സാധനങ്ങൾ നൽകാൻ സാധിക്കും അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും നിരന്തരമായ പ്രവർത്തനം നടത്താൻ ആവശ്യമായ സാധനങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കും. എവിടെയെങ്കിലും സാധനങ്ങളുടെ ഷോർട്ടേജ് വരുമോ? ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റില് സാധനങ്ങളുടെ ഷോർട്ടേജ് വരുമോ? ഇല്ല. അപ്പൊ എന്താണ് ഓരോ സെക്ഷനിലെയും ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും തുടർച്ചയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ നൽകാനായി സാധിക്കുന്നു. രണ്ടാമത് വരുന്നത് എന്താ? ടു ഹാവ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് വെൻ റിക്വയർഡ് ത്രൂ റിഡക്ഷൻ ഓഫ് പർച്ചേസ് ഓർ പർച്ചേസ്. എന്താണ് നമുക്ക് കുറയ്ക്കൽ അല്ലെങ്കിൽ വാങ്ങൽ വഴി എന്താണ് ആവശ്യമുള്ളപ്പോൾ സാധനങ്ങളുടെ സ്റ്റോക്ക് നിയന്ത്രിക്കാനായി സാധിക്കുന്നു അല്ലെ. സ്റ്റോക്ക് കുറയ്ക്കാനായി കൊടുക്കാനായി സാധിക്കുന്നു. അപ്പൊ നമ്മ പറഞ്ഞു, മിസ് പറഞ്ഞല്ലോ, നമ്മ ഒരു മാസത്തേക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോ നമ്മ എന്ത് ചെയ്യും? പരമാവധി സൂക്ഷിച്ചുപയോഗിക്കുക അല്ലെ. ചിലയിടത്ത് എന്ത് ചെയ്യും? വെളിച്ചെണ്ണ അതല്ലെങ്കിൽ പൊടികളൊക്കെ കുറച്ചുപയോഗിക്കോ? അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ കുറക്കുക. അതല്ലെങ്കിൽ നമ്മ എന്ത് ചെയ്യും? ചിലപ്പോ ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുമ്പോ അവരെന്ത് ചെയ്യും? കൂടുതൽ ഉപയോഗിക്കും അല്ലെ. അവർക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഉപയോഗിക്കോ? ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഇപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മ കോട്ടൺസ് കൊടുത്തു, മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ചിലപ്പോ അവർ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കാലോ. അല്ലെങ്കിൽ വേസ്റ്റ് വരാം അല്ലെ, വേസ്റ്റേജ് വരാലോ. അപ്പൊ നമ്മൾ എന്താണ് അതൊക്കെ കൺട്രോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? അതൊക്കെ കൺട്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? കുറയ്ക്കൽ അല്ലെങ്കിൽ വാങ്ങൽ വഴി എന്താണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ സാധനങ്ങൾ സ്റ്റോക്ക് നിയന്ത്രിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കാം അല്ലെ. ഒരു മാസത്തേക്ക് സാധനങ്ങൾ വാങ്ങിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പിടിച്ചുപയോഗിക്കും അല്ലെ. ആ ഒരു മാസം എത്തിക്കാൻ വേണ്ടി പിടിച്ചുപയോഗിക്കോ? അപ്പൊ എന്താണ്? കുറയ്ക്കാണ് അല്ലെ. നമ്മ ചെലവ് കുറയ്ക്കല്ലേ ചെയ്യുന്നത്. അങ്ങനെ കുറയ്ക്കൽ വഴി അല്ലെങ്കിൽ എന്താണ് പർച്ചേസ് ചെയ്യൽ വഴി എന്താണ് ആവശ്യം? മാക്സിമം യൂട്ടിലൈസ് ചെയ്യും അല്ലെ. ഓക്കെ. വാങ്ങൽ വഴി എന്താണ് ആവശ്യമുള്ളപ്പോൾ സാധനങ്ങളുടെ സ്റ്റോക്ക് നിലനിർത്താനായി സാധിക്കുന്നു. ഇപ്പൊ എന്താണ് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി, ഇപ്പൊ എന്തെങ്കിലും സാധനം എന്താണ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? വീണ്ടും പർച്ചേസ് ചെയ്യും അല്ലെ. വീണ്ടും പർച്ചേസ് ചെയ്യലോ. ഹോസ്പിറ്റലില് എമർജൻസി ഡ്രഗ്സ് അതല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിന് തീർന്നു പോയി, അപ്പൊ എന്ത് ചെയ്യാ? അവര് വാങ്ങൽ വഴി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിയന്ത്രിക്കാനായി സ്റ്റോക്ക് നിയന്ത്രിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് പറയുന്നത് റിട്ടേൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ മിനിമം ലെവൽ ഓഫ് പോസിബിൾ. എന്താണ് സാധ്യമായ ഏറ്റവും കുറഞ്ഞ തലത്തില് ലെവൽ പോസിബിൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ എന്താണ് മൂല്യ നിക്ഷേപം അല്ലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നിലനിർത്താനായി സാധിക്കുന്നു. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാം അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാം അല്ലെ, സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കാം അല്ലെ, എക്സ്പെൻസ് കുറയ്ക്കുക അല്ലെ. അതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഇതൊക്കെ കുറയ്ക്കുക. ഇങ്ങനെയുള്ള എക്സ്പെൻസുകൾ കുറയ്ക്കുന്നത് വഴി അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് നിലനിർത്താൻ സാധിക്കുമോ? ചെലവ് കുറയ്ക്കൽ വഴി അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് നിലനിർത്താനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ്, establish controls for the production and distribution of inventory. എന്താണ് സാധനങ്ങളുടെ പ്രൊഡക്ഷൻ അല്ലെ ഉൽപാദനത്തിനും ഡിസ്ട്രിബ്യൂഷനും വിതരണത്തിനും നിയന്ത്രണം സ്ഥാപിക്കാനായി സാധിക്കുന്നു അല്ലെ. കൺട്രോൾ എടുക്കാൻ സാധിക്കുന്നില്ലേ? ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇത്ര മെറ്റീരിയൽസ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ, ഇത്ര ഗുഡ്സുകൾ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അവർ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ എന്താ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരുപാട് ഓവർ സ്റ്റോക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവര് വെറുതെ വേസ്റ്റ് ആക്കി കളയോലോ. പഞ്ഞി കുറച്ച് ഉപയോഗിക്കുന്നതിന് അവർ ഒരുപാട് ഉപയോഗിച്ച് വെറുതെ വേസ്റ്റ് ആക്കി കളയാലോ. അപ്പൊ എന്താ
പരമാവധി സാധനങ്ങളുടെ ഉൽപാദനത്തിനും വിതരണത്തിനും നിയന്ത്രണം സ്ഥാപിക്കാനായി സ്റ്റോക്ക് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോൾ വഴി സാധിക്കുന്നു. ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ്, if there is no inventory control, അവിടെ ഒരു ഇൻവെന്ററി കൺട്രോൾ ഇല്ല, സ്റ്റോക്ക് കൺട്രോൾ ഇല്ല, അവര് ആവശ്യാനുസരണം അവർ ഉപയോഗിക്കുകയാണ്. ഒരു ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? there is no liability, അല്ലെ? അവിടെ ഒരു ബാധ്യതയില്ല. ഇൻവെന്ററി കൺട്രോൾ ഇല്ലാത്തോട്ട് വല്ല ബാധ്യത ഉണ്ടോ? അവര് സ്റ്റോക്ക് കൺട്രോൾ ചെയ്യണോ? സ്റ്റോക്ക് നിയന്ത്രിക്കണോ? സ്റ്റോക്ക് ചെക്ക് ചെയ്യണോ? അവർക്ക് തോന്നുമ്പോ അവർക്ക് എന്ത് ചെയ്യണം? അവർ ഓർഡർ കൊടുക്കും, അല്ലെ? ആണോ? സ്റ്റോക്ക് ക്ലിയർ ചെയ്യണ്ട, അല്ലെ? സ്റ്റോക്ക് ചെക്ക് ചെയ്യണ്ട, അല്ലെ? അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർക്ക് എപ്പോ തോന്നുന്നു അവർ ഓർഡർ കൊടുക്കുക. അപ്പൊ എന്താണ്? there will be no liability, അവിടെ ഒരു ബാധ്യതയും ഇല്ല. ഓവർ സ്റ്റോക്കിംഗ്, അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ വരാം അതുകൊണ്ട്? നമ്മുടെ ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ ഓവർ സ്റ്റോക്കിംഗ് വരാം, അല്ലെ? ഒരുപാട് സ്റ്റോക്ക് ചെയ്യേണ്ടി സ്റ്റോക്ക് വരാം. അതല്ലെങ്കിൽ അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽസ് എന്താണ്? നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്കിൽ കുറവ് വരാം. അതല്ലെങ്കിൽ ലോസ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് നഷ്ടപ്പെടാലോ. ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് കഴിയാം, അല്ലെ? എക്സ്പയറി ഡേറ്റ് കഴിയാം. അല്ലെങ്കിൽ എന്താണ്? ചീത്തയായി പോവാലോ. ചില സാധനങ്ങൾ ഡാമേജ് വരാം, അല്ലെങ്കിൽ ചീത്തയായി പോവാലോ. അപ്പൊ എന്താ? അങ്ങനെ എന്താണ്? ലോസ് ഓഫ് മെറ്റീരിയൽ. അതൊക്കെ എന്തുകൊണ്ട് വരുന്നതാ? ഇൻവെന്ററി കൺട്രോൾ ഇല്ലാത്തത് കാരണം, അല്ലെ? ഇൻവെന്ററി കൺട്രോൾ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? അത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യും, അല്ലെ? ഏതൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്, അല്ലെ? ഏതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി പോവാറായിട്ടുണ്ട്, അല്ലെ? അപ്പൊ എന്താണ്? ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ അവിടെ ഒരു ബാധ്യതയും ഇല്ല. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം? ഒരുപാട് സ്റ്റോക്ക് വരാനുള്ള മെറ്റീരിയൽസ്, ഒരുപാട് സ്റ്റോക്ക് വരാം. അല്ലെങ്കിൽ അണ്ടർ സ്റ്റോക്കിംഗ് ആവാം, അല്ലെ? അവർക്ക് ആവശ്യമുള്ള സ്റ്റോക്കിൽ കുറവ് വരാം. അതല്ലെങ്കിൽ അവർക്ക് എന്താണ്? ഒരുപാട് സ്റ്റോക്കുകള് നഷ്ടം വരാം, അല്ലെ? ചിലപ്പോ അത് ഡാമേജ് ആവാം, അല്ലെങ്കിൽ അവര് ഡേറ്റ് കഴിയാം, അല്ലെ? എക്സ്പയറി ഡേറ്റ് കഴിയാം, അതല്ലെങ്കിൽ അത് ചീത്തയായി പോകാം. അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് റിലീസസ് എ ലോട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇങ്ങനെയൊക്കെ വരുമ്പോ എന്ത് പറ്റും? അവർക്ക് ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നുണ്ടോ? അവർ വീണ്ടും ഇപ്പൊ എന്താണ്? അണ്ടർ സ്റ്റോക്ക് വന്ന് അല്ലെങ്കിൽ ഒരുപാട് പൈസ അവർക്ക്, ഒരുപാട് മെറ്റീരിയൽസ് അവർക്ക് ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും സ്റ്റോക്ക് ചെയ്യേണ്ടി വരും, അല്ലെ? ചിലപ്പോ ചില സ്റ്റോക്കുകൾ എന്ത് ചെയ്യും? ഒരുപാട് ഓവർ സ്റ്റോക്ക് ആയി അവിടെ കിടക്കും, കെട്ടിക്കിടക്കുമല്ലോ. കിടക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ അവർ വീണ്ടും പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇത് അവരെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലാക്കുന്നുണ്ടോ? മൂലധന നിക്ഷേപം കൂട്ടൂല്ലേ? അവര് വീണ്ടും അവരുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ എന്താണ്? വീണ്ടും പർച്ചേസ് ചെയ്യാനായിട്ട് പൈസ ഇറക്കേണ്ടി വരികയാണ്, അല്ലേ? അപ്പൊ ക്ലിയർ ആയോ? ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ അവർക്ക് എന്താണ്? ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെ? അവർക്ക് ഒരുപാട് മൂലധന നിക്ഷേപം ഇറക്കേണ്ടതായി വരുന്നു, അല്ലെ? അത് അവർക്ക് എന്താണ്? ഒരു നഷ്ടമാണ്, അല്ലെ? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു നഷ്ടമാണ്, ലോസ് ആണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, റിസർവ് സ്റ്റോക്ക്. റിസർവ് ടിക്കറ്റ് കേട്ടിട്ടില്ലേ? റിസർവേഷൻ ചെയ്തിടാം, അല്ലെ? ടിക്കറ്റ് എന്തിനു വേണ്ടിയാ റിസർവേഷൻ ചെയ്തിടുന്നേ? റിസർവേഷൻ ചെയ്തിടുന്ന എന്തിനു വേണ്ടിയിട്ടാ? മിസ് അത് എടുക്കുന്നതിന് മുമ്പ് ചോദിച്ചാണ്. റിസർവേഷൻ ചെയ്തിടുന്നത് നമുക്ക് ആവശ്യമെങ്കിൽ യൂസ് ചെയ്യാനല്ലേ? നമുക്ക് വേണ്ടി വന്നാൽ, അല്ലേ? വേണ്ടി വന്നാൽ ഉപയോഗിക്കാം. അപ്പൊ റിസർവ് സ്റ്റോക്ക് എന്തായിരിക്കും? റിസർവ് സ്റ്റോക്ക് എന്തായിരിക്കും? മറ്റൊരാൾക്ക് പോകാതിരിക്കാം, അല്ലെ? ആ സീറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് മറ്റൊരാൾ ബുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ റിസർവ് ചെയ്തിടും, ബുക്ക് ചെയ്തിടും. അപ്പൊ റിസർവ് സ്റ്റോക്ക് എന്താണ്? വേണ്ടി വന്നാൽ യൂസ് ആക്കാം, അല്ലെ? യൂസ് ചെയ്യാനായിട്ട്. നോക്കിയേ, നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവാതിരിക്കാം, അല്ലെ? മുൻകൂട്ടി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പൊ
അറിയണ്ടല്ലോ, അത് തന്നെയാണ്. അതൊക്കെ റിസർവ് സ്റ്റോക്ക് ഓർ ബഫർ സ്റ്റോക്ക്. റിസർവ് സ്റ്റോക്കിന് എന്തെന്നും കൂടി പറയുന്നുണ്ട്, ബഫർ സ്റ്റോക്ക്, കരുതൽ സ്റ്റോക്ക് അല്ലെ. Is the stock kept to provide uncertainties in consuming rate or lead time of the material? ഒരു മെറ്റീരിയലിന്റെ ഉപഭോഗ നിരക്ക്, കൺസ്യൂമിങ് റേറ്റും ലീഡ് ടൈമും അല്ലെ. ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. ലീഡ് ടൈം, നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുത്തിട്ട് നമുക്ക് കിട്ടാനായിട്ട്, അപ്പൊ ആ ലീഡ് ടൈം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മ എന്താണ് സൂക്ഷിച്ചു വെക്കുന്ന അല്ലെ, മുൻകൂട്ടി സൂക്ഷിച്ചു വെക്കുന്ന സ്റ്റോക്കിനെയാണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മുടെ ഉപഭോഗ നിരക്കും ലീഡ് ടൈമും കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെ, എന്താണ് ലീഡ് ടൈമിലൊക്കെ അനിശ്ചിതത്വം അനിശ്ചിതത്വം സംഭവിക്കാതിരിക്കാനായി നമ്മ മുൻകൂട്ടി സൂക്ഷിച്ചു വെക്കുന്ന സ്റ്റോക്കിനെയാണ് റിസർവ് സ്റ്റോക്ക്, അതല്ലെങ്കിൽ കരുതൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ക്ലിയർ ആണോ? പ്രീ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രീ ഓർഡറിന് സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് നമ്മ റീ ഓർഡർ കൊടുക്കുക അല്ലെ. ഒരു സാധനം വീണ്ടും വീണ്ടും ഓർഡർ കൊടുക്കുക. നോക്കിയേ, റീ ഓർഡർ ലെവൽ or reorder point is the stock level of any item in economic order quantity terms that can be disposed of so that the order can arrive in time to keep away from stock out. എന്താണ് റീഓർഡർ നിരക്ക് അല്ലെങ്കിൽ റീഓർഡർ പോയിന്റ് എന്ന് പറയുന്നത്? എന്താണ്? EOQ, അതായത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നിബന്ധനകളിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെ ലെവലാണ് അല്ലെ. ഇപ്പൊ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടാവും ഓരോ മെറ്റീരിയലും ഇന്ന ക്വാണ്ടിറ്റിയിൽ അല്ലെ, ഇന്ന നമ്പേഴ്സിൽ ആവശ്യമുണ്ട്, ഇത്ര യൂണിറ്റ് ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു യൂണിറ്റിന്റെ ലെവലാണ് എന്താ റീഓർഡർ ലെവൽ. അതെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സാധനം സ്റ്റോക്ക് ഔട്ട് ആവാതെ എന്താണ് നമുക്ക് വീണ്ടും ഓർഡർ ചെയ്യാനായി സാധിക്കുന്നു. ഇപ്പൊ നമുക്ക് ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയില് 100 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ 100ൽ കുറവ് വരുമ്പോ അവരെന്ത് ചെയ്യും? വീണ്ടും ഓർഡർ കൊടുക്കും അല്ലെ. നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണോ? ആ ഒരു എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയില് ആ ഒരു ലെവല് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടേ? അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യും? വീണ്ടും അതെന്ത് ചെയ്യും? സ്റ്റോക്ക് ഔട്ട് ആവാതെ വീണ്ടും അതെന്താണ് പുതുക്കുന്നത് അല്ലെ. കൃത്യസമയത്ത് ഓർഡർ ചെയ്ത് ലഭിക്കുന്നതിനെയാണ് റീ ഓർഡർ പോയിന്റ് അല്ലെങ്കിൽ റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? ബാക്കി എല്ലാവരും 3-4 പേര് പറഞ്ഞു ഓക്കെ ആണെന്ന്. ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? മിസ് എടുത്തത് ഓക്കെ ആണോ? കൂടുതലും ബികോം ബേസ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് കേട്ടോ മിസ് ഇങ്ങനെ ചോദിക്കുന്നത്. Next, kinds of order that is placed. ഏതൊക്കെ തരത്തിലുള്ള ഏതൊക്കെ കൈൻഡ്സ്, ഏതൊക്കെ ടൈപ്പ് ഓർഡർ ആണ് പ്ലേസ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നൽകുന്നത്? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം ആണ് കേട്ടാ. ഇതിൽ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്, അത് വെട്ടിയിട്ട് ഓർഡർ എന്നാക്കുക കേട്ടാ. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം കേട്ടിട്ടുണ്ടോ? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? cyclical order system. റീയൂസ് അല്ല, കേട്ടിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ ചെയ്യണം. എങ്ങനെയാണ്? പർട്ടിക്കുലർ ടൈം വെച്ചിട്ട് അല്ലെ. ഓക്കെ, പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലില് നമുക്ക് എന്ത് കൊടുക്കണം? ഡിഫറെന്റ് ക്വാണ്ടിറ്റീസിൽ ഓർഡർ ചെയ്യുന്നതിനെയാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയാം. ചാക്രിക. ഓക്കെ, ദിസ് സിസ്റ്റം ഈസ് ഫിക്സ്ഡ് ഇന്റർവൽ ഓർഡർ ഓഫ് ദ പീരിയോഡിക് റിവ്യൂ സിസ്റ്റം. എന്താണ് ഫിക്സ്ഡ് ഇന്റർവെൽ. ഇപ്പൊ നമ്മ ഒരു മാസം കഴിയുമ്പോഴാണ് ഓർഡർ കൊടുക്കുന്നതിന് എന്ത് കൊടുക്കും? ഓരോ മാസവും നമ്മ ആ ഒരു പർട്ടിക്കുലർ ഐറ്റം എന്ത് ചെയ്യും? ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കും ആ ഫിക്സ്ഡ് ടൈം ഇന്റർവെല്ലില്. പക്ഷെ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഓർഡർ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസങ്ങൾ വരാം.
അപ്പൊ ആദ്യത്തെ മാസം നമ്മ 100 ക്വാണ്ടിറ്റി ഓർഡർ കൊടുത്തു. വ്യത്യസ്ത മാസം നമുക്ക് എത്ര കൊടുക്കാം? 200 ആക്കാം അല്ലെ? എന്താണ് നമുക്ക് ക്വാണ്ടിറ്റിയിൽ ചേഞ്ചസ് വരാം, പക്ഷെ ആ ഇന്റർവെല്ലിൽ ചേഞ്ചസ് വരുത്താതെ നമ്മൾ കൊടുക്കുന്ന ഓർഡേഴ്സിനെയാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓരോ ഫിക്സ്ഡ് ഇന്റർവെല്ലിൽ, ഫിക്സ്ഡ് ടൈം ഇന്റർവെല്ലിൽ ഡിഫറെന്റ് ക്വാണ്ടിറ്റീസിൽ അല്ലെ നമ്മൾ ഓർഡർ കൊടുക്കുന്നതാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം. ക്ലിയർ ആയോ? അപ്പൊ നെക്സ്റ്റ് ഒന്ന് പറഞ്ഞേ, ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം എന്തായിരിക്കും? പേരിൽ തന്നെ ഉണ്ട്, ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം. ക്വാണ്ടിറ്റിയിൽ എന്തായിരിക്കും? ആദ്യം നമ്മൾ പറഞ്ഞത് ഇന്റർവെല് സെയിം ആയിരിക്കും. ഫിക്സ്ഡ് എന്തായിരിക്കും വരുന്നത്? ടൈം ആണോ ക്വാണ്ടിറ്റി ആണോ? ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും, ഇന്റർവെൽസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ആദ്യം ഒരു മാസം കഴിയുമ്പോ എന്താണ്, ആദ്യത്തെ മാസം നമ്മൾക്ക് 200 കൊടുത്തു കഴിഞ്ഞാല് 2 മാസം കഴിയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? സെയിം ക്വാണ്ടിറ്റി 200 തന്നെ കൊടുക്കണം. ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും, ടൈം ഇന്റർവെൽ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഫസ്റ്റത്തെ എന്താണ്? സൈക്ലിക് ഇന്റർവെല്ലിൽ എന്താണ്? ഇന്റർവെല് സെയിം ആയിരിക്കും, എന്ത് പറ്റും? ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും അല്ലെ? രണ്ടാമത് ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും, ഇന്റർവെല്ലില് വ്യത്യാസം വരുന്നു. ക്ലിയർ ആയോ? ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടാ. ഓക്കെ ആണോ? നെക്സ്റ്റ് two-bin system. Two-bin system നോക്കിയേ, when the items cannot be measured on the basis of any pre-agreed value or terms. The order will be placed on the basis of logical reasoning after inquiring the volume contained in the containing box. അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മ ഒരു മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ഇതനുസരിച്ച് നമുക്ക് ആ സാധനം മെഷർ ചെയ്ത് നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ഇത്ര ബാൻഡേജ് ആവശ്യമായിട്ട് വരും, ഇത്ര കോട്ടൺസ് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച് ഓർഡർ കൊടുക്കാൻ പറ്റുമോ? ഒരു മാസം അവർക്ക് ഇത്ര ബാൻഡേജോ ആവശ്യമായിട്ട് വരും അല്ലെ? അല്ലെങ്കിൽ ഇത്ര എന്താണ് പ്ലാസ്റ്റർ കാസ്റ്റ്, നമുക്ക് കയ്യിന്റെ ഒടിവൊക്കെ വരുമ്പോ ചുറ്റില്ലേ ആ പ്ലാസ്റ്റർ കാസ്റ്റ്, നമുക്ക് ഇത്ര ആവശ്യമായിട്ട് വരുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ലോജിക്കലായിട്ട് യുക്തിപരമായി ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓൾമോസ്റ്റ് ഓക്കെ എന്ത് ചെയ്യും? ആ ഒരു ബോക്സിൽ ഇത്ര ഇത്ര കൊള്ളു അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഒരു ഏകദേശ ധാരണ വെച്ച് നമ്മൾ ഓർഡർ കൊടുക്കുമല്ലോ. അതിനെയാണ് two-bin സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? When the item cannot be measured on the basis of any pre-agreed value or terms. എന്താണ്? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അല്ലെ pre-agreed value, ഒരു മൂല്യം അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടേം അനുസരിച്ചിട്ടോ എന്താണ് ഒരു നിബന്ധന വെച്ചിട്ട് നമുക്ക് ആ സാധനം എന്താണ് മെഷർ ചെയ്യാനായിട്ട് അളക്കാനായി സാധിക്കില്ല. അപ്പൊ നമ്മ എന്ത് ചെയ്യുന്നു? ആ ബോക്സിൽ അല്ലെ ആ കണ്ടെയ്നിങ് ബോക്സിൽ എത്ര കൊള്ളുന്നുള്ള ഇത് നോക്കിയിട്ട് നമ്മ എന്താണ് ലോജിക്കൽ റീസൺ നമ്മ യുക്തിപരമായി ചിന്തിച്ചിട്ട് ഓർഡർ കൊടുക്കുന്നതിനെയാണ് two-bin സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഗോസ്. ഗോസ് എന്ന് പറഞ്ഞാൽ എഴുതിയെടുത്ത സാധനങ്ങളൊക്കെ ഇല്ലേ ഹോസ്പിറ്റലിൽ നമ്മൾ ഈ കൈയുമ്മ ചുറ്റുന്നതൊക്കെ, കുട്ടികളൊക്കെ വരുമ്പോ ചുറ്റുന്നത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റില്ലേ? ഒരാൾക്ക് എത്ര ഗേസ് ഉപയോഗിക്കണം, എത്ര പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കണം എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? നമ്മ ഒരു യുക്തിപരമായി ചിന്തിച്ചിട്ട് അല്ലെ ആ പർച്ചേസ് നടത്തുന്ന ആള് യുക്തിപരമായി ചിന്തിച്ചിട്ട് അതിനെ ഓർഡർ കൊടുക്കും. അതിനെയാണ് two-bin സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇന്ന് മിസ് എടുത്ത ഭാഗം ഒക്കെയാണോ? എല്ലാവർക്കും ഒക്കെയാണോ? ഓക്കെ.
ഇനി ബാക്കി സിമ്പിൾ ആണ് കേട്ടോ. ഇനി വരുന്നത് സിമ്പിൾ ആണ്. അപ്പൊ മിസ്സിന് ഇത് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.